ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. വെൽക്കം ടു കുട്ടി ഗോസ്പൽ. ഇത് ഞാൻ നിങ്ങളോടൊരു പേപ്പറിൻ്റെ സ്റ്റോറിയാണ് പറയാൻ പോണത്. ഇത് വെറും പേപ്പറല്ല, ഈ പേപ്പർ നമ്മുടെ ലൈഫാണ്. നമ്മൾ ഈ ഭൂമിയിലേക്ക് ജന്മം എടുക്കുമ്പോൾ ഇറ്റ്സ് ലൈക്ക് ദിസ് ക്ലിയർ വൈറ്റ് പേപ്പർ. ഒരഴുക്കുമില്ല, ഒരു പാപവുമില്ല, നീറ്റ് പേപ്പറാണ്. ഇനി ഈ പേപ്പർ അല്ലെങ്കിൽ നമ്മുടെ ഈ ജീവിതം അത് ഡേർട്ടി ആയിട്ട് കൊണ്ടുപോകണോ അല്ലെങ്കിൽ നീറ്റായിട്ട് കൊണ്ടുപോകണോ എന്നുള്ളത് നമ്മുടെ ചോയ്സാണ്. ഇനി ഈ ലൈഫിൽ നമ്മൾ നന്നായിട്ട് മുന്നോട്ട് പോകാൻ നമ്മുടെ ലൈഫിൽ ദൈവം ഉണ്ടാവണം. നമ്മുടെ ദൈവം അതാണ്, ട്രിനിറ്റിയാണ്. നമ്മുടെ ദൈവത്തിൽ 3 ആളുകളുണ്ടെന്നറിയാം അല്ലേ? അപ്പോൾ ആദ്യത്തെ ആൾ എന്ന് പറയുന്നത് ഗോഡ് ദ ഫാദർ. ഗോഡ് ദ ഫാദറാണ് നമ്മളെല്ലാവരും ക്രിയേറ്റ് ചെയ്തത്, ഈ വേൾഡ് മുഴുവൻ ഉണ്ടാക്കിയത്, ഇവിടുത്തെ ആനിമൽസ്, ഇവിടുത്തെ കടൽ എല്ലാം ഉണ്ടാക്കിയത് ഗോഡ് ദ ഫാദറാണ് അല്ലേ? അടുത്ത ആളാരാ? ത്രിത്വത്തിലെ രണ്ടാമത്തെ ആൾ എന്ന് പറയുന്നത് ഗോഡ് ദ സൺ ആണ്, ജീസസ് ക്രൈസ്റ്റ് ആണ്. ജീസസ് ക്രൈസ്റ്റ് ആണ് ട്രിനിറ്റിയിലെ രണ്ടാമത്തെ ആള്. എന്തിനാണ് ദൈവം സ്വന്തം മകനെ ഈ ഭൂമിയിലേക്ക് അയച്ചത്? ഗോസ്പൽ അതാ പറയുന്നേ. ദൈവം തൻ്റെ ഏകജാതനെ ലോകത്തിലേക്ക് അയച്ചത് നമ്മളെ വിധിക്കാനല്ല, നമ്മളെ ശിക്ഷിക്കാനല്ല, നമ്മളെ രക്ഷിക്കാനാണ്. ടു സേവ് ദ വേൾഡ് എന്നുള്ളതാണ്. ഇനി ആരാണ് മൂന്നാമത്തെ? ത്രിത്വത്തിലെ മൂന്നാമത്തെ ആളെന്ന് പറയുന്നത് ത്രിത്വത്തിൽ മൂന്നാമത്തെ ആളാരാ? ഹോളി സ്പിരിറ്റ്. ഹോളി സ്പിരിറ്റ് ആണ് ഗൈഡ്. ഹോളി സ്പിരിറ്റ് ആണ് നമുക്ക് ഡയറക്ഷൻ നൽകുന്നത്, നമ്മളെ വഴി നടത്തുന്ന ദൈവം ആരാണ്? ഇറ്റ്സ് ഹോളി സ്പിരിറ്റ്. ഇനി നമ്മുടെ ലൈഫ് വളരെ നന്നായിട്ട് കൊണ്ടുപോകാൻ 3 സിമ്പിൾ കാര്യങ്ങൾ മതി. 3 സിമ്പിൾ കാര്യങ്ങൾ മതി. എന്തൊക്കെയാണെന്നറിയാമോ? ഒന്ന്, നമ്മളുടെ ലൈഫിൽ നമ്മൾ ദൈവത്തെ സ്നേഹിക്കണം. ലവ് ഗോഡ്. രണ്ടാമത്തത്, നമ്മുടെ ലൈഫിൽ നമ്മൾ മറ്റുള്ളവരെ സ്നേഹിക്കണം. ലവ് യുവർ നൈബർ. മൂന്നാമത്തത്, ലവ് യുവർ സെൽഫ്. നമ്മളെ തന്നെ സ്നേഹിക്കണം. അതാണ് മൂന്നാമത്തെന്ന് പറയാം. ക്ലിയറായ? ഇനി ഈ ലൈഫിൽ നമുക്ക് ആവശ്യമില്ലാത്ത 2 കാര്യങ്ങളുണ്ട്. ഒന്നെന്താണെന്നറിയാമോ? ഒന്ന് പാപമാണ്. നമ്മൾ പാപത്തെ അങ്ങോട്ട് കീറിക്കളയാം. നമുക്ക് ഡോണ്ട് വാണ്ട് സീൻ. ഓക്കെ, നമുക്ക് പാപത്തെ കീറിക്കളയാം. പാപത്തെ കീറിക്കളഞ്ഞു. ഇനി നമുക്ക് എന്താ വേണ്ടാത്തത്? നമുക്കിനി വേണ്ടാത്തത് ബാഡ് ഹാബിറ്റ്സ്. നമുക്ക് വേണ്ട ബാഡ് ഹാബിറ്റ്സ് നമുക്ക് കീറിക്കളയാണ്. ബാഡ് ഹാബിറ്റ്സ് നമ്മൾ കീറിക്കളഞ്ഞു. ഇനി എന്ത് കിട്ടും നമുക്ക്? നമ്മളിതൊക്കെ ചെയ്ത് കഴിയുമ്പോൾ we will get a cross, a beautiful cross. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഇങ്ങനെ ദൈവം നൽകിയിട്ടുള്ള സ്നേഹത്തിൻ്റെ നിയമങ്ങൾ കൊണ്ടുപോകുമ്പോൾ we will become cross. നമ്മൾ കുരിശാവും. കുരിശാണ് രക്ഷ, കുരിശിലാണ് രക്ഷ. ഇന്ന് നമ്മൾ ആഘോഷിക്കുന്നത് എക്സാൾട്ടേഷൻ ഓഫ് ദ ക്രോസ്, കുരിശിൻ്റെ പുകഴ്ചയുടെ തിരുനാളാണ്. ക്രിസ്തു കുരിശിൽ മരിച്ചതോടുകൂടി കുരിശ് ബ്ലസ്ഡായി, കുരിശ് രക്ഷയായി. നിങ്ങൾക്കറിയോ, ലോകത്ത് 86 രാജ്യങ്ങളുടെ ഫ്ലാഗിൽ, നാഷണൽ ഫ്ലാഗിൽ കുരിശുണ്ട്. അത്രമേൽ വിശ്വാസമാണ് ലോകത്തിന്, ആളുകൾക്ക് ഈ കുരിശിലെന്ന് പറയാം. കഴിഞ്ഞ വർഷം നമ്മുടെ അമേരിക്ക ലോസ് ആഞ്ചലസിൽ ഒരു വലിയ ഓപ്ഷൻ നടന്നു. ഹെറിറ്റേജ് ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ലേലം വിളി നടന്നു. അതിൻ്റെ പേരിങ്ങനെയാണ്, ട്രഷേഴ്സ് ഫ്രം ദ പ്ലാനറ്റ് ഹോളിവുഡ്. അവിടെ എന്താണ് ഓപ്ഷൻ നടത്തിയതെന്നറിയാമോ? അവിടെ പല ഫേമസ് ആയിട്ടുള്ള ക്ലാസിക്കലായിട്ടുള്ള സിനിമകളിൽ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്ന ചില പ്രോപ്പർട്ടീസ്, അതിലെ ആക്ട്രസസ് ഒക്കെ ധരിച്ചിരുന്ന ഡ്രസ്സുകൾ, ഇതൊക്കെ ലേലത്തിന് വിളിച്ചു. അങ്ങനെ ലേലം വിളിച്ചു പോയതിൽ ഏറ്റവും കൂടുതൽ പൈസ കിട്ടിയത്, ഏറ്റവും കൂടുതൽ ലേലത്തുക കിട്ടിയത് എതിരാണെന്നറിയാമോ? നിങ്ങൾക്കൊക്കെ പരിചയമുള്ള സിനിമയാണ് ടൈറ്റാനിക്കിൽ റോസ് എന്നുള്ള എൻ്റെ ഹീറോയിൻ ഉണ്ടല്ലോ, അവർ ടൈറ്റാനിക് കപ്പൽ പൊളിഞ്ഞിട്ട് അവർ കടലിൽ കിടന്ന് രക്ഷപ്പെടുന്നത് ഒരു വാതിൽ, ഒരു ഡോറിൻ്റെ പീസിൽ ഇങ്ങനെ പിടിച്ചു കിടന്നിട്ടാണ്. അത് ബാൽസം മരം കൊണ്ടുണ്ടാക്കിയൊരു ഡോറാണ്. ഈ ഡോറാണ് ഏറ്റവും കൂടുതൽ വിലക്ക് വിറ്റുപോയത്. 6 കോടി രൂപയ്ക്കാണ് ഈ ഡോർ വിറ്റുപോയത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, ഒരു സിനിമയിൽ ഒരു റോസ് എന്ന് പറഞ്ഞ പെൺകുട്ടിയെ രക്ഷപ്പെടുത്തിയ മരത്തിൻ്റെ വില എന്താ? 6 crore. അങ്ങനെയെങ്കിൽ നമ്മുടെ റിയൽ ലൈഫിൽ നമ്മളെ രക്ഷപ്പെടുത്തിയ ഈ മരത്തിൻ്റെ വില എന്താ? ദ വാല്യൂ ഓഫ് ദ ക്രോസ് എന്തായിരിക്കും?
നമ്മുടെ ഓരോരുത്തരുടെ ലൈഫിനെ രക്ഷപ്പെടുത്തിയതാണ് ഈ കുരിശ്. അപ്പം നമ്മൾ ഇന്ന് എന്താ ചിന്തിക്കേണ്ടതെന്ന് അറിയാമോ? എൻ്റെ ജീവിതത്തിൽ ഞാൻ എന്നെ രക്ഷപ്പെടുത്തിയ ഈ വിശുദ്ധ കുരിശിന് നൽകുന്ന വില എന്താണ്? വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് ദ ക്രോസ് ഇൻ മൈ ലൈഫ്? അതാണ് നമ്മുടെ ലൈഫിന് മീനിങ് നൽകുന്നത്. എല്ലാവർക്കും ഹാപ്പി ക്രോസ് സൺഡേ.